നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിലോട്ട് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എല്ലാവർക്കും നോമ്പാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ബാ. എല്ലാ ദിവസവും പോകുന്ന വഴിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാറാണ് കേട്ടോ പതിവ്. അതേപോലെ തന്നെ ഇന്ന് കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. ഉമ്മാക്കുള്ള മെഡിസിൻസ് ആണ്. ഇതൊരിക്കലും നമ്മൾ മുടക്കാറില്ല കേട്ടോ. ഷുഗറും പ്രഷറും അങ്ങനെയുള്ള സംഭവത്തിൻ്റെയൊക്കെ ഗുളികയാണ് കേട്ടോ. അതാണ്ട് കുറച്ച് എണ്ണപ്പലഹാരങ്ങളും മേടിച്ചു. കുഞ്ഞിന് നോമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചാണേ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന വഴി കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബിസ്ക്കറ്റും പാലും പാമ്പറും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ട് പിന്നെ കുറച്ച് മീൻ വാങ്ങിച്ചു കേട്ടോ. കുറച്ച് ദിവസമായി മീൻ കൂട്ടിയിട്ട് അങ്ങനെ മീനും വാങ്ങിച്ചു. കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും എന്താണ്ട് മൂത്ത മോള് കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്ന കൊണ്ടിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് അങ്ങനെ കിടന്നുറങ്ങുവാണ്. അതിനുശേഷം എന്താണ്ട് അവളെയൊക്കെ കുത്തിപ്പൊക്കി എഴുതിട്ടു. കാരണം ബാങ്ക് വിളിക്കാനൊക്കെ ഏകദേശം ടൈമായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയത് കണ്ണിയിലാണ് കേട്ടോ. അപ്പൊ ദാണ്ടെ നോമ്പ് തുറക്കാനുള്ള വെള്ളമൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ദാണ്ടെ ഞാൻ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കുവാണ് കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് നന്നായിട്ട് അവയ്യെന്ന് പറഞ്ഞ് പ്ലേറ്റിലൊക്കെ ഇട്ട് വെച്ചു. ഏകദേശം ബാങ്കൊക്കെ വിളിക്കാറായി കേട്ടോ. അപ്പോഴേക്കും തൻ്റെ ഉമ്മ ബീട്രൂട്ട് മെഴുക്കിടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ കുത്തി അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതായത് പലഹാരങ്ങളും പിന്നെ ഈന്തപ്പഴവും വെള്ളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. പിന്നെ പഴവും ഉണ്ടായിരുന്നേ. നോമ്പൊക്കെ തുറന്നു കേട്ടോ. നല്ല മുട്ട ബജിയാണ്.